പുതിയൊരു ദിവസം നമ്മൾ ഫ്രിക്സ് ഗെയിമിങ്ങിൻ്റെ അടുത്തൊരു ഡേറ്റാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളെ പുറകെ കിടക്കുന്ന മുതൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളിന്ന് ഓടിക്കാൻ പോണ സാധനം. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഓടിക്കാൻ പോണ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മളിന്ന് ലോഡ് കൊണ്ടുപോയി കൊടുക്കാനാണ് പോണത്. ടാറ്റയുടെ വണ്ടി കയറ്റി. ഓക്കെ, ടയറൊക്കെ പുതിയ ടയറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സിമൻ്റാണ് കേട്ടോ, റാംകോന്നൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. സിമൻ്റാണ്. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ഇനി വണ്ടി എടുത്തുകൊണ്ട് നേരെ വിടാൻ പോവാണ്. നമ്മളെ വിവിയും ഷിൻഷാനൊന്നും ഒന്നുമില്ല. അമ്മമാർ എങ്ങോട്ടോ പോയിക്കാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ മോഡെന്ന് പറയുന്നത് SP96 ഗ്യാരേജ് എന്ന് പറയുന്ന ഒരു ബ്രോഡാണ്. അതിന് ഓക്കെ, അപ്പം അവരാണ് ഈ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഈ സൈഡിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പോവാം. അമ്മമാർ ഇങ്ങോട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയെന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ വിളിച്ചില്ല. ഓക്കെ ഓക്കെ, വണ്ണസൊക്കെ ഫ്രണ്ട് ചെയ്ത് പോകുന്നുണ്ട്. വണ്ടി നല്ല ബ്രേക്കിംഗ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഉണ്ട് വണ്ടി. പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എയർ ബ്രേക്ക് ആണെങ്കിലും കുഴപ്പമില്ല. എയർ ബ്രേക്ക് ആയതുകൊണ്ട് നല്ല ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും ഈ സൈഡിലോട്ട് വരാം. അങ്ങനെ നമ്മൾ ഈ വഴി കൂടെ പോവാണ്. ഓക്കെ, നമുക്കെന്തായാലും പെട്രോൾ 65 ലിറ്ററേ ഉള്ളൂ. പെട്രോൾ ഇപ്പം അടിക്കണ്ട. പെട്രോൾ കുറച്ച് അപ്പുറത്തോട്ട് പോകുമ്പോൾ വേറെ പമ്പ് കാണുമ്പോൾ അവിടെ നിന്ന് നേരെ അടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് 2 ദിവസം സമയം തന്നിട്ടുണ്ട് അവർ. 2 ദിവസത്തിനുള്ളിൽ എത്തിച്ചാൽ മതി. നമ്മൾ പെട്ടെന്ന് എത്തിക്കണമെന്നേ ഉള്ളൂ. പെട്ടെന്ന് എത്തിച്ചിട്ട് പിന്നെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബസ്സിന് ചെറിയൊരു വർക്കും, നമുക്ക് ചെറിയൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ വീഡിയോസൊക്കെ ഇനി വരുന്നതാണ്. പറ്റിയില്ല, നോക്കിയൊന്നും പറ്റിയില്ല. നമ്മളെ തെറ്റാണ്, നമ്മളാണ് ഇങ്ങനെ ഓവർടേക്ക് കയറിയത്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടെ നിന്ന് എടുക്കാം. നമ്മൾ കത്തിച്ചുവിട്ട് പോകണതാണ്. ഇവിടെ നിന്ന് നേരെ കത്തിച്ചുവിട്ട് മാക്സിമം ചവിട്ടിവിട്ട് പോവുകയാണ് നമ്മൾ. എത്ര പെട്ടെന്ന് അവിടെ എത്തുക അത്രയും നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ചവിട്ടിവിട്ട് പോകണേ. അങ്ങനെ നമ്മളൊരു ഹൈവേ പോലത്തേക്ക് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഓക്കെ, മഴ പെയ്യാൻ പോകണമെന്നാണ് തോന്നുന്നത്. അത്രയും എന്തൊരു ചാൻസ് കാണുന്നുണ്ട്. നമുക്കെന്തായാലും ഇനി എടുത്തേക്കാം. ഓക്കെ, നമ്മളെല്ലാം സ്ഥലമില്ല, കുറച്ച് സ്ഥലം കിട്ടി. നമുക്ക് റോങ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളോണ്ട് കയറൂല അങ്ങോട്ട്. നമുക്കെന്തായാലും ഈ വഴി കൂടെ തന്നെ പോകാൻ. പിന്നെ ഈശ്വരന് ഒരു ഓട്ടോ കൂടെ വന്ന് കിടപ്പുണ്ട് വണ്ടിക്ക്. ഈശ്വരന് ഏതോ തടി എന്തോ കൊണ്ടുകൊടുക്കാൻ വേണ്ടി ഓട്ടോ വന്ന് കിടപ്പുണ്ട്. അന്ന് അവന്മാരെയാണ് അവന്മാരും കൂട്ടി നമുക്ക് പോവാം. അന്ന് അവന്മാരുണ്ടാവുമെന്നാണ് പറഞ്ഞത് അവന്മാർ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നൈസായിട്ട് എടുക്കാം. പക്ഷെ ഇങ്ങോട്ട് അവന്മാർ നീങ്ങാത്തുണ്ട്. DHLൻ്റെ എന്തായാലും ഇപ്പോൾ സൈഡിലോട്ട് വരാം. ഓക്കെ, ഒന്ന് ഗിയർ ഡൗൺ ചെയ്ത് ചവിട്ടി വിടാം. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല പവറുണ്ട് കേട്ടോ, നല്ല പവറുണ്ട് വണ്ടി. പെട്രോൾ വണ്ടിക്ക് മൈലേജ് ഇല്ല. ഇപ്പം തന്നെ 5 ലിറ്റർ തീർന്നു. മൈലേജ് കുറവാണ് പെട്രോൾ അടിക്കാൻ. ഓക്കെ, പിന്നെ നമ്മൾ ചെറുക്കിറങ്ങാൻ പോകുന്നുണ്ട്. ഓക്കെ, ഒരു അടിപൊളി സാധനമാണ്. ആ വീഡിയോയ്ക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മിക്കവാറും അതൊരു April 28 അല്ലെങ്കിൽ 29 അവ ഇറങ്ങാൻ പോണത്. ഓക്കെ, അത്രയ്ക്ക് അടിപൊളി സാധനമാണ്.
പിന്നെ BS6 ആണ്. ഇത്രയാണ് നമ്മൾ തന്നിട്ടുള്ളൊരു ഇൻഫർമേഷൻ വണ്ടിയെക്കുറിച്ച്. ഓക്കെ, അതിനിടയിൽ കാത്തിരിക്കുക നിങ്ങൾ. ഓക്കെ, പിന്നെ പറയാനുള്ളൂ. നമ്മൾ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചവിട്ടി വിടുന്നുണ്ട്. കയറി 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 നമുക്ക് ഇത്രയും പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. അപ്പോൾ 5:48 സമയം. 5:48 അങ്ങനെ ടൈം കണ്ട. പെട്ടെന്ന് തന്നെ 60 എന്ന് പറയും 50 അറിയാൻ വേണ്ടി ഒട്ടും മൈലേജില്ല. മൈലേജ് എന്ന് പറഞ്ഞാൽ സാധനം വേണ്ടിക്കില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം കാര്യം കൊടുത്ത് പോകുന്നതാണെന്ന് അറിഞ്ഞൂടാ. എങ്ങനെ ഇപ്പം അതിന് ഫ്രണ്ടിൽ നിന്ന് കയറാറുണ്ട്. പക്ഷെ നിങ്ങളുടെ KSRTC-കാരൻ വഴിമാറി തന്നു. ഒരു വെറുതെ ഇങ്ങനെയിട്ട് ഫ്രണ്ടിൽ കിടന്ന് വെറുതെ ഒന്ന് കളിക്കണം. രാത്രി ലൈറ്റ് ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ ലൈറ്റിങ് വരുമ്പോൾ വേണ്ട, ഇപ്പം ലൈറ്റ് വേണ്ട. ഇന്ത്യൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടേക്കാം. ഇപ്പം ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്ത്യൻ ലൈറ്റ് എന്തായാലും വേണ്ട. ഇന്ത്യൻ ലൈറ്റ് മാറ്റിയിട്ട് ഇന്ത്യൻ ലൈറ്റ് ചില ബോറാവും. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഹെഡ് ലൈറ്റ് മാത്രമല്ല. ഓക്കെ, അപ്പോൾ നമ്മളത് ടോളിൻ്റെ ഇവിടം വരെ എത്തി. ഇനി ടോൾ കൊടുത്തിട്ട് നേരെ പോകും. ഓക്കെ, ടോളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് എത്താറായി നമ്മൾ. അപ്പോൾ ചമ്മരെ നമ്മൾ അടുത്ത സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സിറ്റി ഭാഗത്തോട്ട് അങ്ങ് കയറിയിട്ടുണ്ട്. മറ്റേ ഹൈവേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മളങ്ങനെ സിറ്റി ഭാഗത്തോട്ട് കയറി ഫൈനലി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പെട്രോൾ പമ്പ് കയറ്റാം എന്തായാലും. ഇനി താമസിച്ചുകൊണ്ട് ഞാൻ വഴി കിടക്കുന്നുണ്ട്. അങ്ങനെ കേട്ടെ. ഓക്കെ, ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് നമുക്ക്. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിച്ചേക്കുക. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ലൈക്ക് അടിക്കുക. നിങ്ങൾ കാണുന്ന എല്ലാവരും വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒരു 100 ലൈക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രമിക്കുക അതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എടുക്കാം വണ്ടി. പിന്നെ നമ്മൾ റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മളെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് ചിലപ്പോൾ ഈ വീഡിയോ 2 പാർട്ടാകാൻ ചാൻസ് ഇല്ല. കാരണം ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ. കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥലം എത്തി. രാത്രി എന്തായാലും 6 മണി കഴിഞ്ഞു. അതെന്തായാലും ഇനി ചവിട്ട് നമുക്കാരും മറ്റേ ഭാരത് ബൻസൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും വണ്ടി വാശിയുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടി നമ്മൾ വാങ്ങിയതാണ്. ഓക്കെ, ഈ വണ്ടി നമ്മൾ വാങ്ങിയെടുത്താണ്. നമ്മൾ വാങ്ങിയിട്ട് ഈ വണ്ടിയിൽ ലോഡും കാര്യങ്ങളൊക്കെ എടുക്കണതാണ്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ഇപ്പോൾ തട്ട് വരുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യണേ. പിന്നെ നമ്മളെ വണ്ടിയുടെ പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പാക്കേജും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഓക്കെ, പാക്കേജും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇവിടെ തട്ടിയിരുന്നേനെ 200 അടിക്കുക റേസ് സ്പീഡ്. തട്ടി ഫ്രണ്ട് ഇത് ABS ആയതുകൊണ്ട് വലുതായിട്ടൊന്നും പറ്റിയില്ല. ചെറിയൊരു ചളുക്കുണ്ട്, കുഴപ്പമില്ല. എന്തായാലും വണ്ടി ഓട്ടം കഴിഞ്ഞിട്ടുള്ള പൈസ ശരിയായി കേൾക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലും നൈസായിട്ട് വണ്ടി റെഡ് സിഗ്നലാണ്, കുഴപ്പമില്ല.
ഓടിക്കുമ്പോൾ എന്തോ ഒരു കുലുക്കമുണ്ട്. വല്ല ആക്സിഡൻറ്റ് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പോയിട്ട് നോക്കണം ഗ്യാരേജിൽ. എനിക്ക് ചവിട്ടി വിടാൻ പറ്റിയൊന്നായിരിക്കും. ബാർഗൻസിന് ചെറുപ്പമുണ്ട്. നമ്മളും പറ്റുന്നത്ര ചവിട്ടി വിടുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടേ കയറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 100-നൊന്നും പോകാൻ പാടില്ല ഇവിടെ. പിന്നെ നമുക്ക് പെട്ടെന്ന് എത്താമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോണേ. MVD ഫ്രണ്ടിലുണ്ട്. ഇടിക്കില്ലെന്ന് തോന്നുന്നു. ഫൈൻ ഇടിക്കില്ലെന്ന് തോന്നുന്നു. ഇവിടുത്തെ സ്പീഡിൽ കുഴപ്പമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ സ്ഥലം കഴിഞ്ഞു തിരികെ. ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ബിൽഡിങ് ഉണ്ടല്ലോ അവിടെ ആയിരുന്നു. തട്ടിയാണ്. നമുക്ക് എന്തായാലും ഇനി അവിടെ കൊണ്ട് കൊടുക്കാം. ഓക്കെ ഇവിടെ അതാ ഇവിടെ നമുക്ക് വെളിയിൽ കൊണ്ടുവന്നിട്ടിരുന്നാൽ മതി. വഴിയൊന്ന് ചെറുതായിട്ട് മാറിപ്പോയി, അതാണ് പ്രശ്നം. എടുക്കാം. ഓക്കെ വണ്ടിയൊന്നുമില്ല. റിവേഴ്സ് എടുത്ത് അവിടെ കൊണ്ടുവിടാം. ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഓക്കെ അപ്പോൾ ഇനി നമ്മളെ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നൊരു 6-7 ദിവസമായിരുന്നു തോന്നുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ലേറ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോയിരുന്നു. ഓക്കെ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ വരാൻ ലേറ്റായതാണ്, അതാണ് പ്രശ്നം. ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയും പുതിയ വീഡിയോസ് വരുന്നതാണ്. ആ വീഡിയോസ് കണ്ട് നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ വീഡിയോ ഒന്ന് 100 ലൈക്കാക്കാൻ നോക്കുക. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 3 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളാണ്. സബ്സ്ക്രൈബ് ആയിട്ടൊന്ന് അടിച്ചൊടിച്ചേക്കാം. അപ്പോൾ അടുത്തൊരു ഞാൻ ആയിരിക്കും. എല്ലാ മച്ചവർക്കും ബൈ ഗൈസ്.